ഹലോ, അപ്പോൾ നമ്മളെ പഴനി രാമേശ്വരം വീഡിയോത്തിൻ്റെ ബാക്കി വീഡിയോ കേട്ടോ. ഇപ്പോൾ നമ്മൾ കറൻ്റ് പഴനി തന്നെയാണ്. അപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട്. നമ്മൾ മധുരയ്ക്ക് പോകാൻ നിൽക്കാനുള്ള പരിപാടിയിലാട്ടോ. അപ്പോൾ ചായക്കൊക്കെ കുടിച്ചതാണ് പഴനിമല. രാവിലെ ഒരു 5 മണി 5:30 ഉള്ള സീനാട്ടോ. അങ്ങനെ നമ്മളൊരു 5:30 ആകുമ്പോഴേക്കും നമ്മൾ വെക്കേറ്റ് ചെയ്തു, റൂം വെക്കേറ്റ് ചെയ്തു, നേരെ പോയിക്കൊണ്ടിരിക്കുക മധുരത്തിൽ. ഞാൻ അപ്പം കയറി കടന്നിട്ട് ഒരു 7 മണി 7:30 ആകുമ്പോൾ ഞാൻ എണീക്കണേ. അങ്ങനെ ഹോട്ടലെത്തി. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 7:30 8 മണിയാവാതെ ഫുഡേ കിട്ടത്തില്ല. അപ്പോൾ നമ്മളെത്തിയപ്പോഴേക്കും ഒരു 8 8:30 ആയി കാണും ഫുഡൊക്കെ കിട്ടിയപ്പോൾ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നേരെ മധുരയ്ക്ക് പോകാനുള്ള പരിപാടിയാണ്. അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മധുര പോകുന്ന വഴി. അപ്പോൾ 2 സൈഡിലും കച്ചവടക്കാരൊക്കെ നല്ല ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. കടകളൊക്കെ അന്നേരം തുറക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ മധുരേൻ്റെ അവിടെ എത്തി. ഒരു പാർക്കിങ്ങിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് അവിടെ നമ്മൾ പാർക്ക് ചെയ്ത് കുറച്ചങ്ങോട്ട് മുന്നോട്ട് നടക്കണം. അപ്പോഴത്തേക്കും അവിടെ അമ്മച്ചിമാരും കുറേ ചേച്ചിമാരൊക്കെ ഈ പൂവൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അവർ തന്നെ നമ്മൾ ഓടി വന്ന് നമ്മളെ തലയ്ക്ക് വെച്ചിട്ട് പൈസ ചോദിക്കും. അപ്പോൾ അങ്ങനെ അത് മുല്ലപ്പൂ മേടിച്ചു. നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ മേടിക്കുന്നതല്ലേ. അപ്പോൾ 2 സൈഡിലും ഈ അമ്മയ്ക്ക് ഭഗവതിക്ക് കൊടുക്കാനുള്ള മാല, പ്രസാദങ്ങൾ, പൂവ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളൊരു പ്രസാദം പോലൊന്നും, പിന്നെ ഫ്ലവറും, ദേവിക്ക് ചാർത്താളം മാല. പിന്നെ ഫോൺ അലോഡല്ല. മധുര രാമേശ്വരം, അവിടെ രാമേശ്വരം പറ്റും, മധുര ഒന്നും പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ മധുര പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നേരെ രാമേശ്വരത്തേക്ക് പോയി. രാമേശ്വരം ബ്രിഡ്ജാണത്, പാലാണ്. രണ്ട് കളറാണ് കടലിൻ്റെ അവിടെ കേട്ടോ. നല്ല കാറ്റായിരുന്നു. ഞാൻ അവിടെ അത്ര വെയിൽ ഫീൽ ചെയ്തില്ല, പക്ഷെ എന്നാലും ചൂട് ഫീൽ ചെയ്തില്ല. എന്നാലും നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാമേശ്വരം നമുക്ക് തൊഴുകാൻ പറ്റില്ല, കാരണം 1:30 ക്ലോസ്. നമ്മളൊരു 12:30 എത്തിയത്, പിന്നെ 3 മണിക്ക്. അപ്പോൾ നമ്മൾ ധനുഷ്കോടി കാണാൻ വെച്ചു. നമ്മളെ വണ്ടി അവിടെ ഇട്ടിട്ട് നമ്മളൊരു ഓട്ടോ ആണ് ബുക്ക് ചെയ്ത്. കാരണം ഒരു 4-5 പ്ലേസ് കാണുന്നുണ്ടെങ്കിൽ ഒരു 1000 രൂപ അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് സ്ഥലം അറിയാത്തതുകൊണ്ട് നമ്മൾ ഈ ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് വലിയൊരു അബദ്ധമായിപ്പോയി. കാരണം പൊടി, കാറ്റ്, നല്ലോണം ഇങ്ങനെ കാറ്റത്ത് വന്ന് അടിച്ച് കയറും. നമുക്ക് കണ്ണൊന്നും തുറക്കാൻ പറ്റത്തില്ല. സഹിക്കാൻ പറ്റാത്ത ചൂട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാ ധനുഷ്കോടീൻ്റെ ആ ലാസ്റ്റ് വരുന്നതാട്ടോ. പിന്നെ ഓൾഡ് ചർച്ചാണിത്. ഓൾഡ് ചർച്ച് അതൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ആക്കിയിട്ടുണ്ട്. പണ്ടത്തെ പോലെയല്ല, ഇങ്ങനെ ഇതൊക്കെ നടക്കാനുള്ള പാലൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടു. നമ്മൾ തിരിച്ചു. പിന്നെ കുറേ കാണാനുള്ള ടെമ്പിൾസ് ആട്ടോ. കടൽ കുറച്ച് ഉള്ളിലേക്ക് വലിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എടുത്തു വരെ കടലെത്തുമായിരുന്നു. കണ്ടോ, പൊടിക്കാറ്റ് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ മാക്സിമം ഇങ്ങനെ പോകുന്ന ആൾക്കാർ കാറൊക്കെ ചൂസ് ചെയ്യുക കേട്ടോ. അല്ലാതെ ലൊക്കേഷൻ ഇട്ടിട്ട് പോകാൻ ശ്രദ്ധിക്കുക, ഇങ്ങനെ പോകരുത്. ഇത് ശ്രീരാമന് പട്ടാഭിഷേകം നടന്ന ഒരു അമ്പലമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവിടെയൊക്കെ മെയിനായിട്ട് ടെമ്പിൾസ് അവിടെ കാണാനുള്ളത് കേട്ടോ. ഇപ്പം എല്ലാം ഒന്ന് വിസിറ്റ് ചെയ്യണമെന്നില്ല, ചുമ്മാ അവർ പറയുന്ന ഒരുവിധ ഐതിഹ്യമുള്ള ടെമ്പിൾ മാത്രം ഒന്ന് കാണുക, അത്രയേ ഉള്ളൂ. തൊഴുകാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ക്യൂ ആട്ടോ. നമ്മൾ അങ്ങനെയൊന്നും തൊഴുതില്ല, ജസ്റ്റ് തിരക്കില്ലാത്തടത്ത് മാത്രം തൊഴുതു. ഇതൊരു കുളമാണ്, അതിൻ്റെ അടുത്തുള്ള ഒരു കൃഷ്ണ ടെമ്പിളിൻ്റെ അടുത്തുള്ള ഒരു കുളമാണ്. പക്ഷെ അവിടെയൊക്കെ ഭയങ്കര ചൂട് വെള്ളത്തിന്. നമ്മുടെ അവിടെയൊക്കെ കുളത്തിലൊക്കെ ഭയങ്കര തണുപ്പല്ലേ കുറച്ചൊക്കെ കാലിട്ട്. ഇവിടെയൊക്കെ ഭയങ്കര ചൂടാട്ടോ. ഒരു കൃഷ്ണ ടെമ്പിളാട്ടോ ഇത്. ആ സർപ്പത്തിൻ്റെ അതൊക്കെ വെച്ചിട്ടുണ്ട്, അവിടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെ കൃഷ്ണ ടെമ്പിൾ നമ്മൾ കണ്ടു. ഉള്ളിൽ കയറി. അവിടെയൊന്നും ഫോൺ അലോഡല്ല കേട്ടോ. ഒരുവിധം എവിടെയൊന്നും ഫോൺ അലോഡല്ല. നമ്മൾ രാമേശ്വരത്ത് മാത്രമേ നമുക്ക് ഫോൺ ഉള്ളിൽ കയറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൊസൈറ്റി, അതായത് അവിടുത്തെ ഒരു ഇതാട്ടോ. അങ്ങനെ രാമേശ്വരം ഫുള്ള്, രാമേശ്വരം കയറുമ്പോൾ തന്നെ 2 ബക്കറ്റുകൾ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടാവും. ഈ 22 സ്ഥാന കിണറുകളുണ്ട് എന്നാണ് പറയുക. അങ്ങനെ 22ഉം ഓരോ ഗംഗ എന്നൊക്കെ പറഞ്ഞ ഓരോ തീർത്ഥ കിണറുകളാണ്. അപ്പോൾ 22 നമ്മളെ മേത്ത് ആ വെള്ളം പാർന്ന് നമുക്ക് കുറച്ച് വീട്ടിൽ കൊണ്ടുപോകാം. അപ്പോൾ ഇതിൻ്റെ ഐതിഹ്യമൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളൊരാളെ എടുത്തേക്കുക. കാരണം നമുക്ക് മാത്രം സർവീസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരാളെ ബുക്ക് ചെയ്തതായിരുന്നു. അങ്ങനെ 22 നമ്മൾ കവർ ചെയ്തു. നമുക്ക് വേണ്ട തീർത്ഥജലം നമ്മളൊരു ഇതിലാക്കി. ഡ്രസ്സൊക്കെ നമ്മൾ കവറിലാക്കി പോകണം, അല്ലെങ്കിൽ ബാഗിലാക്കി പോകണം. നമ്മളിങ്ങനെ മാറി ഹാൻഡിൽ ചെയ്യണം, പിടിക്കണം. അല്ല നമുക്ക് എവിടെയും വെക്കാൻ പറ്റത്തില്ല. പിന്നെ ഡ്രസ്സ് മാറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് ശിവനെ കാണാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. തീർത്ഥക്കുളങ്ങളിലൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറിയിട്ട് ശിവനെ കാണാൻ പോവുക. അങ്ങനെയാണ് ഐതിഹ്യം പറയുന്നത്. ഇവിടെ ഫോണൊക്കെ ഉള്ളിൽ കയറാട്ടോ. ഞങ്ങൾ സ്പെഷ്യൽ പാസ് എടുത്തതുകൊണ്ട് നമുക്ക് ക്യൂ നിൽക്കേണ്ടി വന്നില്ല, നേരിട്ട് പോയിട്ട് തൊഴുതിട്ട് വരാൻ. അങ്ങനെ അപ്പം ഇനി തിരിച്ച് നാട്ടിലോട്ട്. ശരി, ടാറ്റാ.